സംസാരിക്കുന്നത് ഒരു പുസ്തകത്തെക്കുറിച്ചാണ്. ആ പുസ്തകത്തിൻ്റെ പേര് ദി സീക്രട്ട് എന്നാണ്. അത് എഴുതിയ വ്യക്തിയുടെ പേര് റോണ്ട ബൈറൻ എന്നാണ്. RHONDA ബൈറൻ തന്നെയാണോ ബയൻ എന്നാണോ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഞാനത് വാക്ക് കേട്ടിട്ടില്ല, വായിച്ചിട്ടേ ഉള്ളൂ. എൻ്റെ ഓൾഡ് സ്റ്റുഡൻറ്റ് കൊണ്ടുവന്ന് തന്നതാണ്. റോസ്മി എന്നാണ് ആ കുട്ടിയുടെ പേര്. 10-15 വർഷങ്ങൾക്ക് മുമ്പാണ് ആ കുട്ടി അത് കൊണ്ടുവന്ന് തന്നത്. അയാൾ ഡൽഹിയിൽ എയിംസിൽ പഠിക്കുകയാണ്, നഴ്സിങ്ങിന്. ഡോക്ടറാവാൻ ആഗ്രഹിച്ചു, പറ്റിയില്ല. അപ്പോൾ നഴ്സിംഗ് കിട്ടി. അവിടെ BSc നഴ്സിങ്ങിന് പഠിച്ചു. പിന്നീട് MSc നഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കുട്ടി എൻ്റെ അടുത്ത് ഈ പുസ്തകം കൊണ്ടുവന്ന് തരുന്നത്. ഈ മുഖവരയോടുകൂടിയാണ് എനിക്കത് തന്നത്. മുഖവര ഇതാണ്: മാഷ് ഇവിടെ ക്ലാസ്സിൽ എന്നും പറയാറുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം ഞാൻ കണ്ടു. അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് മാഷ്ക്ക് തരാനായിട്ട്. ഞാൻ എല്ലാ ദിവസവും ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയും, ഒരു മോട്ടിവേഷണലായിട്ടുള്ളൊരു കാര്യം പറയും. അത് ഞാൻ ഈ പുസ്തകം വായിച്ചിട്ട് പറഞ്ഞിരുന്നതല്ല, ഞാൻ എൻ്റെ ബൈബിൾ പഠനത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും മോട്ടിവേഷണലായിട്ടുള്ള ഒരു പുസ്തകം വേറെയില്ല ബൈബിൾ പോലെ. അതിൽ നിന്നാണ് ഞാൻ ആവേശം ഉൾക്കൊണ്ട് കുട്ടികളോട് സംസാരിച്ചിരുന്നത്. പക്ഷെ ആ ആശയങ്ങളെല്ലാം ഈ പുസ്തകത്തിലുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ തന്നു. ഞാനത് വാങ്ങി വായിച്ചു നോക്കി, അതങ്ങനെ അവിടെ വയ്ക്കുകയും ചെയ്തു. ഇന്നലെ ഞാൻ വീണ്ടും ആ പുസ്തകം എടുത്ത് ഒന്നുകൂടി വായിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് റെക്കോർഡ് ചെയ്യുന്നത് അതിനെക്കുറിച്ചാകാം എന്ന്. ആ പുസ്തകത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു ദി സീക്രട്ട് എന്നാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ 2 പുസ്തകം കൂടി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ അതും ഞാൻ വാങ്ങി വെച്ചു. അത് ഞാൻ സ്വന്തമായിട്ട് വരുത്തി വെച്ചു. ആ 2 പുസ്തകങ്ങളുടെ പേര് സീക്രട്ട് ദ പവർ, സീക്രട്ട് ദ മാജിക്. ഒരു പുസ്തകത്തിൻ്റെ പേര് ദി സീക്രട്ട്, മറ്റേത് സീക്രട്ട് ദ മാജിക്, സീക്രട്ട് ദി പവർ. 3 ഒരുപോലെ മോട്ടിവേഷണലായിട്ടുള്ള പുസ്തകങ്ങളാണ്. പുസ്തകങ്ങളൊക്കെ നമ്മൾ വാങ്ങി വായിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറയേണ്ടായി, ഒരു ഹോം ലൈബ്രറി നമ്മുടെ വീട്ടിലുണ്ടാകണമെന്ന്. വീട്ടിൽ നല്ല മോട്ടിവേഷണൽ ബുക്സ് ധാരാളം ഉണ്ടാകണം. അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ വായിക്കുന്ന ഒരു ശീലം വേണം. എന്നും ടീപ്പോയിന്മേൽ 1-2 പുസ്തകങ്ങൾ എടുത്തു വെക്കണം. ഹോം ലൈബ്രറിയിൽ ഇരുന്നാൽ പോരാ, അത് മാറി മാറി എടുത്തു വെക്കണം. ടീപ്പോയിന്മ വെക്കണം, മാഗസിൻസൊക്കെ വയ്ക്കുന്നത് പോലെ. നിങ്ങളുടെ ഡ്രോയിങ് റൂമൊക്കെ അലങ്കരിക്കാറില്ലേ? ഹോട്ടലുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചെന്നിരിക്കുന്ന മേശയുടെ പുറത്ത് ഒരു പൂ വയ്ക്കും, ഒരു ഫ്ലവർ വേസ് അല്ലെങ്കിൽ പൂവുണ്ടാവും, അത് മാറ്റി മാറ്റി വയ്ക്കില്ലേ? അതുപോലെ അപ്പോൾ കുട്ടികൾ അവിടെ വന്നിരിക്കുമ്പോൾ അതൊന്നും എടുത്ത് മറച്ച് നോക്കും. 5 മിനിറ്റ് വായിച്ചാൽ ഒരു പുതിയ ആശയം ചിലപ്പോൾ കിട്ടും. അത് ആ കുട്ടിയിൽ വായനാശീലം വളർത്തിയെടുക്കും. അപ്പോൾ ഞാൻ ഈ മോട്ടിവേഷണൽ ബുക്സൊക്കെ ഞാൻ എൻ്റെ മേശയുടെ അടുത്തുള്ള ഷെൽഫിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു ടോക്ക് റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ആ കളക്ഷനിലേക്കൊന്ന് നോക്കി. അപ്പോൾ ദി സീക്രട്ട് കണ്ടു. അതെടുത്ത് ഇന്നലെ വായിച്ചു. ഇന്ന് രാവിലെയും കുറച്ച് നേരം ഒന്ന് വായിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ആശയങ്ങൾ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുകയാണ്. ആ പുസ്തകത്തിൽ എന്താണ് സീക്രട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. സീക്രട്ട് എന്ന് ദി അട്രാക്ഷൻ, അതാണ് സീക്രട്ട്. എന്താണ് ഈ അട്രാക്റ്റ് ചെയ്യുന്നത്?
ലൈക്ക് അട്രാക്ട്സ് ദി ലൈക്ക്. ഒരു വസ്തു അതുപോലെയുള്ള വസ്തുവിനെ ആകർഷിക്കുന്നു. ഒരു സംഭവം അത്തരം സംഭവങ്ങളെ ആകർഷിക്കുന്നു. ഒരു ആശയം അത്തരം ആശയങ്ങളെ ആകർഷിക്കുന്നു. ഇതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അവർ പറയുന്നുണ്ട്, ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവരൊന്ന് പറയാൻ കാരണം അതിനകത്ത് ഒരുപാട് പേരുടെ കമൻറ്റുകളുണ്ട്. ഒരുപാട് പേരുടെ പ്രശസ്തരായ പലരുടെയും കമൻറ്റുകൾ അതിനകത്തുണ്ട്. പറയുന്നത് ഇതാണ്: ഗ്രാവിറ്റി പോലെ തന്നെയാണ് ഈ നിയമവും എന്നാണ്. ഗ്രാവിറ്റി നമുക്കറിയാം, ന്യൂട്ടൻ്റെ കണ്ടുപിടുത്തമാണ്. ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ, ഒരു വസ്തു വേറൊരു വസ്തുവിനെ ആകർഷിക്കുന്നു. അത് എന്ത് തരം വസ്തുവായാലും അവർ തമ്മിൽ ആകർഷണം മാത്രമേ ഉള്ളൂ. അത് ഇമ്പാർഷ്യലാണ്, ഇമ്പേഴ്സണലാണ്. ഇമ്പാർഷ്യൽ എന്ന് വെച്ചാൽ ആരാണെന്ന് നോക്കില്ല. ഒരു വസ്തു വേറൊരു വസ്തുവിനെ ആകർഷിക്കുന്നത് അത് എന്ത് വസ്തുവാണെന്ന് നോക്കിയിട്ടല്ല. ഒരാൾ മുകളിൽ നിന്ന് ചാടുകയാണെന്ന് വിചാരിക്കുക. കുറച്ച് ഉയരത്തിൽ നിന്ന് ചാടി. അയാൾ താഴെ എത്തുന്നതിൻ്റെ കാരണം ആ ഭൂമി അതിനെ ആകർഷിക്കുന്നതുകൊണ്ടാണ്. അതൊരു കുട്ടി ചാടിയാലും, ഒരപ്പൻ ചാടിയാലും, ഒരു മാഷ് ചാടിയാലും, ഒരു കള്ളൻ ചാടിയാലും, ഒരു വസ്തു താഴെയിട്ടാലും ആ ഭൂമി അതിനെ ഒരുപോലെ ആകർഷിക്കും. അതാണ് ഇമ്പാർഷ്യൽ. ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ഈസ് ഇമ്പാർഷ്യൽ, ഇംപേഴ്സണൽ. അത് വ്യക്തിയെ ആശ്രയിച്ചല്ല, ഇംപേഴ്സണലാണ്. ഇതുപോലെ തന്നെയാണ് ഈ സീക്രട്ട് അട്രാക്ഷൻ. അത് ഇമ്പാർഷ്യലാണ്, ഇംപേഴ്സണലാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുമ്പോഴൊക്കെ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വേവ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണെങ്കിൽ നല്ല ചിന്തകൾ നമ്മളിലേക്ക് വരും, നല്ല കാര്യങ്ങൾ നമുക്ക് സംഭവിക്കും. അതാണ് ദ ലൈക്ക് അട്രാക്ട്സ് ദ ലൈക്ക്. നിങ്ങൾ മോശമായതാണ് ചിന്തിക്കുന്നതെങ്കിൽ മോശമായ ചിന്തകളും മോശമായ സാധനങ്ങളൊക്കെ നമ്മളിലേക്ക് കടന്നു വരും. ലൈക്ക് അട്രാക്ട്സ് ദ ലൈക്ക്. നമ്മൾ ഒരു മൗണ്ടൻ്റെ മുമ്പിൽ, നിങ്ങൾ പലരുമൊക്കെ കാടൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടാവും, വനാന്തരങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. വലിയൊരു കെട്ടിടത്തിൻ്റെ മുമ്പിൽ നിന്നാലും മതി. വലിയൊരു കെട്ടിടത്തിൻ്റെ മുമ്പിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് വരും. നിങ്ങൾ എന്താണോ പറഞ്ഞത് അതാണ് തിരിച്ചു വരിക. നിങ്ങൾ സിനിമയിലെങ്കിലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പണ്ട് കണ്ട്, ഇപ്പോൾ അടുത്ത കാലത്തൊന്നും സിനിമ കാണാറില്ല. ഒരു നായകൻ അന്വേഷിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നായികയുടെ പേരെടുത്ത് വിളിക്കുമ്പോൾ ആ പേര് മാറ്റുലി കൊള്ളുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അതുതന്നെയാണ് ഇവിടെ സംഭവം. നിങ്ങൾ എന്ത് പേരാണോ വിളിക്കുന്നത് അതാണ് മാറ്റുലി കൊള്ളുക. നല്ല വാക്കുകളാണ് പറയുന്നതെങ്കിൽ അതാണ് മാറ്റുലി കൊള്ളുക. ചീത്ത വാക്കുകളാണ് പറയുന്നതെങ്കിൽ അതാണ് മാറ്റുലി കൊള്ളുക. എന്ത് പറയുന്നുവോ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. ആ ബുക്കിൽ ഒരു ആശയവും കൂടി പറയുന്നുണ്ട്. ദാറ്റ് തോട്ട്സ് ആർ തിങ്സ്. തോട്ട്സ് ആർ തിങ്സ് എന്നാണ്. ചിന്തകളാണ് സാധനങ്ങളായി മാറുന്നത് എന്നാണ്. ഞാൻ ഇത് വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ആശയങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ ഫിസിക്സ് അധ്യാപകനായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. പിന്നെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതും, ബൈബിളിൽ പറയുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവം വാക്കുകൾ കൊണ്ടാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതെന്നാണ്.
ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. വചനം കൊണ്ടാണ് സൃഷ്ടിച്ചത്. വചനം, വാക്ക്, അത് ഊർജമാണ്. ഈ വചനത്തിൻ്റെ മുൻപ് ഒരു തോട്ട് ഉണ്ടാവില്ലേ? അപ്പോൾ തോട്ട് ക്രിയേറ്റഡ് തിങ്സ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നെനിക്ക് തോന്നി. അവർ പറയുന്ന ആശയം അതാണ്, തോട്ട് ക്രിയേറ്റഡ് തിങ്സ്. ബൈബിൾ പറയുന്നത് വചനം വസ്തുക്കളെ സൃഷ്ടിച്ചു എന്നാണ്. വാക്കുകൾക്ക് മുമ്പ് തോട്ട് ഉണ്ടാവും. അപ്പോൾ രണ്ടും തമ്മിൽ കോൺട്രഡിക്ഷൻ ഇല്ല. ഇനി ശാസ്ത്രമായിട്ട് കോൺട്രഡിക്ഷൻ ഉണ്ടോ? അതുമില്ല എന്ന് എനിക്ക് തോന്നി. ആ ആശയം ഞാൻ ഇങ്ങോട്ട് സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് തമ്പുരാൻ തന്നതാണ്. ഫിസിക്സിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഊർജം, പ്രകാശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഊർജം മാറ്ററായി മാറുന്നു എന്നാണ്. മെറ്റീരിയലൈസേഷൻ ഓഫ് എനർജി. മെറ്റീരിയലൈസേഷൻ ഓഫ് എനർജി. എനർജി മാറ്ററായി മാറുക. അതാണ് വാസ്തവത്തിലുണ്ടായത്. വചനമാകുന്ന എനർജി മാറ്ററായി മാറി. ശാസ്ത്രത്തിൽ പഠിക്കുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റും അതിൻ്റെ ഓപ്പോസിറ്റുമാണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ചെന്ന് വീഴുമ്പോൾ ഇലക്ട്രോൺ ഉണ്ടാകുന്നതാണ്. ഇലക്ട്രോൺ അവിടെ നിന്ന് പുറത്തു വരുന്നതാണ്. അത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണാണ്. നമുക്ക് എനർജി ഉപയോഗിച്ച് മാറ്റർ ഉണ്ടാക്കാൻ കഴിയും എന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നു. ക്വാണ്ടം ഫിസിക്സാണത് പഠിപ്പിക്കുന്നത്. 80-85 കൊല്ലങ്ങൾക്ക് മുമ്പ് ആവിർഭവിച്ച ക്വാണ്ടം ഫിസിക്സ് പഠിപ്പിക്കുന്നു എനർജി മാറ്ററായി മാറ്റാമെന്ന്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബൈബിളിൽ പറയുന്ന കാര്യങ്ങളുമായിട്ട് വളരെ ഏറെ പൊരുത്തമുള്ളതാണ്. ക്വൈറ്റ് സയൻറ്റിഫിക്. ബൈബിളൊക്കെ വളരെ സയൻറ്റിഫിക്കാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ ബൈബിൾ അധികം കോട്ട് ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അതിൽ പറയുന്നത് മുഴുവൻ ബൈബിളിലുണ്ട് എന്നുള്ളതാണ്. അതിനകത്തൊരു വാചകം എഴുതിയിട്ടുള്ളത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ദാറ്റ് യു ആർ ദ മൈക്കലാഞ്ചലോ ഓഫ് യുവർ ലൈഫ്. മനോഹരമായൊരു വാചകമാണ്. യു ആർ ദി മൈക്കലാഞ്ചലോ ഓഫ് യുവർ ലൈഫ്. മൈക്കലാഞ്ചലോ ആരാണെന്ന് നമുക്കൊക്കെ അറിയാം. ആ ചിത്രകാരൻ ഒരു ചിത്രകാരൻ ഒരു ചിത്രം മൈക്കലാഞ്ചലോ ഒരു ചിത്രം വരയ്ക്കുന്നത് പോലെ നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ചിത്രം വരയ്ക്കുന്നതെന്നാണ്. നമ്മളായിരിക്കുന്നതും നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവിതവുമെല്ലാം നമ്മുടെ ക്രിയേഷനാണെന്നാണ്. നമ്മൾക്ക് ചുറ്റും നല്ലതാണെങ്കിൽ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും ദുരിതവും വേദനയും പരാജയവും ദാരിദ്ര്യവും ഒക്കെ ആണെങ്കിൽ അതും നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഞാനത് വായിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു യാക്കോബ് 1:13. നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ദുഃഖവും ദുരിതവും കഷ്ടപ്പാടും വേദനയും ദാരിദ്ര്യവും പരാജയവും ഒക്കെ ദൈവം തന്നതാണെന്ന്. ഞാൻ എന്തുമാത്രം നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു, എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും വേദനയും ഒക്കെ ഉണ്ടായി. ഇതൊക്കെ ദൈവം തന്നതാ എന്നൊരു തോന്നലാണ്. അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നു ചിലരൊക്കെ. എന്നാൽ യാക്കോസ്ലീഹ വളരെ വലുതായ 2 കാര്യങ്ങൾ എൻ്റെ ഓർമ്മയ്ക്ക്. യാക്കോസ്ലീഹ പറയാത്തൊരു കാര്യം, ഇതൊന്നും ദൈവം തന്നതല്ല. കാരണം ദൈവത്തിന് ഇതൊന്നും തരാൻ പറ്റില്ല. നമുക്കുള്ളത് മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ കയ്യിലില്ലാത്തത് എനിക്ക് വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റുമോ? ദൈവത്തിൽ ദുഃഖമില്ല, ദുരിതമില്ല, വേദനയില്ല, കഷ്ടപ്പാടില്ല, പരാജയമില്ല, ദാരിദ്ര്യമില്ല. പിന്നെ എങ്ങനെയാണ് ദൈവത്തിന് അതൊക്കെ നമുക്ക് തരാൻ പറ്റുക? അത് തെറ്റായൊരു രീതിയാണത്. ഈ സീക്രട്ട് എന്ന് പറയുന്ന ബുക്കിൽ പറയുന്നത് അതൊക്കെ നമ്മൾ കൊടുത്തത് തന്നെയാണെന്നാണ്, നമ്മളുണ്ടാക്കിയതാ, നമ്മുടെ സ്വയംകൃതാനർത്ഥങ്ങളാണെന്നാണ് ആ ബുക്കിൽ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുള്ളത്. ഇത് യാക്കോസ്ലീഹയുടെ ലേഖനത്തിൽ യാക്കോസ്ലീഹ 2000 വർഷം മുമ്പ് എഴുതി വെച്ചു. ഈ പുസ്തകം ഏതാനും
10-20-30 വർഷമായിട്ടുള്ളൂ ഈ പുസ്തകം വന്നിട്ട്. 2000 വർഷം മുമ്പ് യാക്കോസ്ലീഹ എഴുതി വെച്ചു. യാക്കോസ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 13-ാം തിരുവചനമാണ്. തിരുവചനം തൊട്ട് നിങ്ങളെടുത്ത് എപ്പോഴെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയോളൂ. പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നതെന്ന് ആരും പറയാതിരിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെയും. അടുത്ത വരി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യാക്കോസ്ലീഹ ഒരു കോഷൻ തരാണ്. എൻ്റെ പ്രിയ സഹോദരരെ, നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കരുത്, തെറ്റിപ്പോകല്ലേ എന്നാണ് പറയുന്നത്. ഈ തരത്തിൽ നിങ്ങൾ ദൈവത്തെ പഴിചാരരുത്. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ സ്വന്തം കൃതികളാണ്. ഞാൻ ഒരു നല്ല കാര്യം ചിന്തിക്കുമ്പോൾ ആ നല്ല കാര്യങ്ങൾ എന്നിലേക്ക് പ്രകൃതിയിൽ നിന്ന് വരുന്നു. പ്രകൃതി ഒരു റിഫ്ലക്ടറാണ്. ഈ പ്രകൃതി ഒരു റിഫ്ലക്ടറാണ്. ഈ പ്രകൃതിയെ സൃഷ്ടിച്ച ദൈവവും എല്ലാം ചേർന്നതാണ് ഞാൻ അങ്ങനെ സൂചിപ്പിക്കുന്നത്. ഒരു റിഫ്ലക്ടറാണ്. ആ പ്രകൃതിയുടെ പ്രത്യേകത എന്താ? നിങ്ങൾ എന്ത് നല്ലത് അതിലേക്ക് കൊടുക്കുന്നുവോ അത് അത്രയും തന്നെ അല്ല, അതിലും കൂടുതൽ നിങ്ങൾക്ക് തരും. നിങ്ങൾ നല്ലത് ചിന്തിക്കുമ്പോൾ അതിൽ കൂടുതൽ നന്മ നിങ്ങളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ തിന്മയാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ തിന്മ നിങ്ങളിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഞാൻ ഈ ബുക്ക് ഇന്നലെ ഇത് ബുക്ക് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ദൈവം തന്നൊരു ചിന്തയാണ്, ഈ തിന്മ എങ്ങനെയാണ് ദൈവം റിഫ്ലക്റ്റ് ചെയ്യുക? ദൈവം അങ്ങനെ ചെയ്യുമോ? ഈ ബുക്കിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ പറയുന്നത് ദ നേച്ചർ റിഫ്ലക്ട്സ് എന്നാണ്. അപ്പോൾ എനിക്ക് തമ്പുരാൻ തന്നൊരു വെളിപ്പെടുത്തലുണ്ട്. നമുക്ക് ചുറ്റും 2 ലോകങ്ങളുണ്ട്, 2 പ്രപഞ്ചങ്ങളുണ്ട്. ഒന്ന് നന്മയുടെ പ്രപഞ്ചം. ആ നന്മയുടെ പ്രപഞ്ചം അത് ദൈവമാണ് ആ നന്മയുടെ പ്രപഞ്ചത്തിനെ പ്രതിനിധീകരിക്കുന്നത്. രണ്ടാമതൊരു പ്രപഞ്ചമുണ്ട്, അത് തിന്മയുടെ പ്രപഞ്ചമാണ്. ആദ്യം ഉണ്ടായിരുന്നത് നന്മയുടെ പ്രപഞ്ചമാണ്, നന്മ മാത്രം. എപ്പോഴാണ് തിന്മയുടെ പ്രപഞ്ചം ഉണ്ടായത്? മാലാഖമാർ പാപം ചെയ്തപ്പോൾ അന്ന് മുതലാണ് സാത്താന്മാരുണ്ടായത്. അവരുണ്ടായത് മുതലാണ് തിന്മയുടെ പ്രപഞ്ചം ഉണ്ടാകുന്നത്. അപ്പോൾ ആ തിന്മയുടെ നേച്ചറാണ് തിന്മ നമ്മളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതാണ് ആദം പാപം ചെയ്യാനുണ്ടായ കാരണം. അതുപോലെ ആ തിന്മയുടെ പ്രപഞ്ചം നമ്മൾ ചിന്തിക്കുന്ന എല്ലാ തിന്മകളെയും നമ്മളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇനി ഒരു കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ എൻ്റെ പഠനത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച ചില കാര്യങ്ങളാണ്. നമുക്ക് ചാനലുകൾ പലതുണ്ട് ഇവിടെ. അവിടെ നന്മയുടെ ചാനലും ഇവിടെ തിന്മയുടെ ചാനലുമാണ്. ഒരു ചാനൽ നമുക്ക് എപ്പോഴാണ് കിട്ടുക? നമുക്ക് ഇപ്പോൾ ശാലോം ചാനൽ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അത് ട്യൂൺ ചെയ്യണം. ശാലോം ചാനൽ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാവർക്കും ശാലോമിൽ നിന്ന് വരുന്ന എല്ലാ നല്ല കാര്യങ്ങളും ലഭിക്കും. അവിടുന്ന് നല്ല കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ, അതെല്ലാം നമുക്ക് ലഭിക്കുന്നു. ഇതുപോലെ തന്നെയാണ് നന്മയിലേക്ക് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ലോകത്തിൽ. അങ്ങനെ നന്മയിലേക്ക് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും നമ്മൾ ചിന്തിക്കുന്ന നന്മയുടെ വേവ്സ് കിട്ടും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഒരു ചാനൽ ട്യൂൺ ചെയ്ത് വെച്ചാൽ ആ ചാനലിൽ നിന്ന് കൂടെ വരുന്നതെല്ലാം എനിക്ക് കിട്ടും.
അപ്പം നന്മയുടെ ചാനൽ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നന്മയുടെ ഒരു വ്യക്തി നന്മ ചിന്തിക്കുമ്പോൾ, നന്മ പറയുമ്പോൾ, നന്മ വിചാരിക്കുമ്പോൾ എല്ലാ വ്യക്തികൾക്കും, ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും കിട്ടും. നമ്മൾ ചിന്തിച്ചതിൻ്റെയൊക്കെ 100 ഇരട്ടി കിട്ടും. അതാണ് കർത്താവ് പറഞ്ഞേ, നീ അളക്കുന്ന അളവ് കൊണ്ട് നിനക്കും അളന്ന് കിട്ടും, കൂടുതലും ലഭിക്കുമെന്ന്. അപ്പം ഞാൻ നന്മ ചെയ്യുമ്പോൾ ഞാൻ നന്മയ്ക്ക് ട്യൂൺഡാണ്. അപ്പോൾ എന്നിൽ നിന്ന് പുറപ്പെടുന്ന നന്മയുടെ തോട്ടുകളെല്ലാം അതുപോലെ നന്മ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നു. എനിക്ക് നഷ്ടമൊന്നുമില്ല, എല്ലാവർക്കും ലഭിക്കുകയാണ്. 1 ലക്ഷമോ 2 ലക്ഷമോ പേര് നന്മയെ ട്യൂൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല തോട്ടുകൾ എന്നിൽ നിന്നുണ്ടാകുമ്പോൾ, പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും ലഭിക്കുന്നു. ഇതുപോലെ ഞാൻ നന്മയ്ക്ക് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ 1 ലക്ഷമോ 2 ലക്ഷമോ കോടിക്കണക്കിന് ആളുകൾ ഈ ലോകത്തിൽ നന്മ പ്രവർത്തിക്കുന്നവരുണ്ടാവും, ചിന്തിക്കുന്നവരുണ്ടാവും, പറയുന്നവരുണ്ടാവും. അതൊക്കെ എനിക്ക് ലഭിക്കും. സോ ബി ഓൾവേസ് ട്യൂൺഡ് ടു ഗുഡ്. ഈ പഴയാറ്റിൽ പിതാവ്, ഞാൻ മുമ്പ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടെന്നോ, ഇങ്ങനെ പറയാറുണ്ട്, ബി ഗുഡ്, ഡു ഗുഡ്. ഞാൻ അതിൽ കൂടെ പറയും, ബി ഗുഡ്, ഡു ഗുഡ്, തിങ്ക് ഗുഡ്, ആക്ട് ഗുഡ്. എല്ലാം നന്മ മാത്രം ചെയ്യുക. നമ്മൾ തിന്മയ്ക്ക് ട്യൂൺ ചെയ്ത് വെച്ചാലും ഇതുപോലെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. നന്മയ്ക്ക് ട്യൂൺ ചെയ്ത് വെച്ചാൽ ഈ ലോകത്തിൽ കോടാനുകോടി ആളുകൾ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിലേക്ക് അതൊക്കെ കടന്നു വരും. ഇതുപോലെ ഞാൻ ഒരു തിന്മ വിചാരിക്കുകയാണെങ്കിൽ ആ തിന്മ, ആ തോട്ട്, അത് ഇതുപോലെ തിന്മയ്ക്ക് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും ലഭിക്കും. നമ്മളറിയാത്ത, കേട്ടിട്ടില്ലാത്ത ഒരുപാട് വ്യക്തികളെ ലോകത്തിൽ തിന്മയ്ക്ക് ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഈ തിന്മ ലഭിക്കാനായിട്ട് ഇടവരും. അതുകൊണ്ട് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നന്മ മാത്രം. നമ്മൾ നല്ലത് ചിന്തിക്കുമ്പോൾ നല്ലത് നമുക്ക് സംഭവിക്കും. നിങ്ങൾക്ക് വെൽത്തിനെ കുറിച്ച് ചിന്തിക്കാം. നല്ല കാര്യങ്ങൾ കക്കണം എന്നുള്ള ചിന്ത അതല്ല ഞാൻ പറഞ്ഞു. നല്ല ചിന്തകൾ, ധനം എങ്ങനെ നന്നായി ചെലവഴിക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ അത്തരം ചിന്തകളെല്ലാം നല്ല കാര്യങ്ങൾക്ക് ട്യൂൺ ചെയ്തിട്ടുള്ളവർക്ക് കിട്ടും. നമുക്കും അതുപോലെ തന്നെ അവരിൽ നിന്ന് ലഭിക്കും. അപ്പോൾ നമ്മൾ ചിന്തിച്ചത് നമുക്ക് ലഭിക്കാൻ പോവാണ്. തോട്ട്സ് ആർ തിങ്സ്. ഞാൻ മുമ്പൊക്കെ ഇംഗ്ലീഷിലൊരു വാചകമാണ് കേട്ടിട്ടുള്ളത്. അത് ഞാൻ ഇരട്ടിപ്പിച്ച് പറയാറുണ്ട്. ഇങ്ങനെ, യു വിൽ ബിക്കം വാട്ട് യു തിങ്ക്. ഇത് ഇംഗ്ലീഷിലെ ഒരു പ്രോവർബാണ്. വളരെ മുമ്പെയുള്ള പ്രോവർബാണ്. യു വിൽ ബിക്കം വാട്ട് യു തിങ്ക്. ഞാൻ അതിനോട് കൂട്ടിച്ചേർത്ത് പറയാറുണ്ട്, യു വിൽ ബിക്കം വാട്ട് യു തിങ്ക്, വാട്ട് യു സേ, വാട്ട് യു ഡ്രിങ്ക്, വാട്ട് യു ആക്ട്. നല്ലത് മാത്രം പ്രവർത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നന്മ മാത്രമേ വരികയുള്ളൂ. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. ദൈവം നമ്മളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു.